അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു റബീഉൽ അവ്വൽ 12 കൂടി കടന്നു വന്നിരിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ, ഈ ലോകത്ത് കടന്നുപോയ ആ മുഹൂർത്തം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായി തീരുകയും നിരവധി പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത് പ്രവാചക വിയോഗത്തിൻ്റെ നാൾ, അഥവാ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ റബീഉൽ അവ്വൽ 12, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പിതാവ് അനുഭവിക്കുന്ന ദുഃഖം കണ്ട് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറെ മാതൃകകൾ സമ്മാനിച്ച ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ലമ്മാ സഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല യതഗശാഹു ഫഖാലത് ഫാത്തിമ അലൈഹസ്സലാം വകർബ അബാ ഫഖാല ലഹാ ലൈസ അബീക കർബുൻ ബഅദൽ യൗം. അല്ലാഹുവിൻ്റെ റസൂലിന് രോഗം വല്ലാതെ മൂർച്ഛിച്ച സന്ദർഭത്തിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ വാപ്പയുടെ പ്രയാസങ്ങളെ എന്നോർത്തുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ പൊന്നുമകളെ അടുത്തേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പയ്ക്ക് ഒരു പ്രയാസവും വരാൻ പോകുന്നില്ല എന്ന്. അതെ, വിശ്വാസികളുടെ ഉമ്മയായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാറിടത്തിൽ ചാരിക്കിടന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിടവാങ്ങാൻ ആ സമയം അടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ആ ഭവനത്തിന്റെ ഉള്ളിലേക്ക് മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിൽ പല്ല് തേക്കുന്ന മിസ്വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല്ല് തേക്കാനുള്ള താല്പര്യം കാണിക്കുകയും അങ്ങനെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് വാങ്ങിയതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തൻ്റെ വായയിൽ വെച്ച് ആ മിസ്വാക്ക് കടിച്ച് ശരിയാക്കിയതിന് ശേഷം പ്രവാചകനെ പല്ല് തേപ്പിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂല് വല്ലാതെ മരണവേദനയാൽ പ്രയാസപ്പെടുകയാണ്. തൊട്ട് അടുത്തിരുന്നതായ ഒരു തോൽപാത്രത്തിലെ വെള്ളത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ കൈകൾ കടത്തുന്നു. ഫയംസഹു ബിഹിമാ വജ്ഹഹു. എന്നിട്ട് പ്രവാചകൻ അതിൽ നിന്നെടുത്ത ജലം തൻ്റെ ശരീരത്ത് മുഴുവൻ തടകുകയാണ്. തൻ്റെ മുഖത്ത് അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെ തടവിയിട്ട് ഈ സമുദായത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരും തന്നെയില്ല. അതുമാത്രവുമല്ല, മരണത്തിന് വല്ലാത്ത മൂർച്ചയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. പിന്നീട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ ഉപരിലോകത്തിലേക്ക് ഉയർത്തുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ റബീഉൽ അവ്വലിലെ 12-ാം ദിനം ളുഹയുടെ സമയത്ത് ആകാശലോകത്തിലേക്ക് തൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅല. അത്യുന്നതനായ അള്ളാഹുവേ, നിന്നിലേക്ക് ഞാനിതാ വരികയാണ് എന്ന്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അങ്ങനെ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് നമ്മുടെ ഹബീബ്, വിശ്വാസികൾക്ക് ജീവിതത്തിന് എന്നും മാതൃകയായ ആ തിരുദൂതർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ മരിച്ചു എന്നുള്ള
വിവരമറിഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മാ മാത റസൂലല്ലാ, അള്ളാന്റെ റസൂല് മരിച്ചിട്ടില്ല, ഒരിക്കലും മരിക്കുകയില്ല എന്ന്. ഈ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്പം ദൂരെയായിരുന്നു ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് വളരെ വേഗത്തിൽ പ്രവാചക ഭവനത്തിലേക്ക് എത്തുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനും ആ പള്ളിക്കും ചുറ്റും ഒരുമിച്ച് കൂടുന്ന ജനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ ഹുജറത്തിലേക്ക് പ്രവേശിക്കുകയും പ്രവാചകനെ ചുംബിക്കുകയും പിന്നീട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുകയുമുണ്ടായി, അള്ളാഹു ഈ ദുനിയാവിലേക്ക് നിയോഗിച്ച ഏതൊരു മനുഷ്യനും മരണമുണ്ട്, ഇതാ നമ്മുടെ നബിക്കും മരണം സംഭവിച്ചിരിക്കുന്നു എന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടങ്ങിയിരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒടുവിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫമൻ കാന മിൻകും മുഹമ്മദ് യഅബ്ദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ മുഹമ്മദ് നബി ഇതാ മരിച്ചിരിക്കുകയാണ്. വമൻ കാന മിൻകും യഅബ്ദുല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു മാത്രമേയുള്ളൂ മരിക്കാത്തതായി, എന്നും നിലനിൽക്കുന്നവനായി. കാരണം അള്ളാഹു പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അതെ നബിയെ, താങ്കൾക്ക് മുമ്പ് എത്രയെത്ര നബിമാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയി, അവരെല്ലാവരും മരിച്ചു, താങ്കളും മരിക്കണം. ഈ ആയത്ത് കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുകൾ കുഴഞ്ഞുപോയി. ഭൂമിയിലേക്ക് ആ മനുഷ്യൻ വീണുപോവുകയാണ്. എന്നിട്ട് വളരെ സങ്കടത്തോടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, നബി വഫാത്താകുമോ അബൂബക്കറെ എന്ന്. അതെ, മദീന മുഴുവൻ ഇരുട്ടിലായി പോയ, വിശ്വാസികൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞ, വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം സംഭവിക്കാനില്ലാത്ത റബീഉൽ അവ്വൽ 12 ഈ നിലയിൽ ആഘോഷമാക്കുന്നതിൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. കാരണം ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഴിയല്ല, പാതയല്ല, പ്രവാചകനെ സ്നേഹിക്കലല്ല എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.